ഹലോ അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അലോവേര സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പപ്പായ സോപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞില്ല. അതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞില്ല എന്നുണ്ട് പരാതി ഉണ്ടായിട്ടോ. കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, നിങ്ങളെന്താ കറക്റ്റായിട്ട് അളവ് പറയാത്തത്, അതുപോലെ എന്താ ഇതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാത്ത എന്ന് ചോദിച്ചിട്ട് കുറച്ച് കുറച്ച് വിഷമമായിട്ട് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമമൊക്കെ തീർത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അലോവേര സോപ്പ് ഒരു 10 കൊടുക്കാൻ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒരാൾ അലോവേര സോപ്പ് വേണം, അത്യാവശ്യം നല്ല കളറും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ കളറ് നമ്മൾ ഫുഡ് കളറാണ്, കളറ് വേണ്ടവർക്ക് ചേർക്കുക, അല്ലാത്തവർക്ക് കളറ് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അലോവേര ആദ്യം എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി, അലോവേര നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ തുഞ്ചം മുറിച്ചിട്ട് അതിൻ്റെ തലഭാഗം മുറിച്ചിട്ടൊന്ന് ചാരി വെക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തനെ വെച്ച് അതിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോഴൊക്കെ അത് അറിയാത്തവരും ആരും ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു മഞ്ഞ കറ പോകുന്ന ഒരു മണിക്കൂർ കുത്തനെ ചാരി വെക്കുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലുണ്ടാവുന്ന ജെല്ല് മാത്രം മതി നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അത് ചുരണ്ടി എടുക്കുക കേട്ടോ. ഇതുപോലെ ചുരണ്ടി എടുത്താൽ മതി. എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചുരണ്ടി എടുത്തോ. എങ്ങനെ സൗകര്യം, ഇനി കത്തി കൊണ്ടാണെങ്കിൽ കത്തി കൊണ്ട്, സ്പൂൺ കൊണ്ടാണെങ്കിൽ സ്പൂൺ കൊണ്ട്, എങ്ങനെ ചുരണ്ടി എടുത്താലും ഇങ്ങനെ ആയി കിട്ടിയാൽ മതി, ഈ തോലില്ലാണ്ട് കിട്ടിയാൽ മതി. അപ്പം എല്ലാം ചുരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലർ ഇത് മാത്രം അങ്ങ് അടിക്കും, ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് കൂട്ടുമല്ലോ. അപ്പം ഞാൻ ഓരോ സോപ്പിലും ഓരോ സാധനങ്ങളായിരിക്കും കൂട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അളവ് കറക്റ്റ് പറയും. അപ്പോൾ ഓരോന്നും പറയണ്ടേ, ഓരോ സോപ്പിൻ്റെയും പറയണ്ടേ. ഇപ്പം എല്ലാ സോപ്പും കാണിക്കണമെങ്കിൽ എന്നും ഓരോ വീഡിയോസ് ആയിട്ട് ഇടേണ്ടി വരും അല്ല. അപ്പോൾ എനിക്ക് സോപ്പ് ബേസ് ഒക്കെ എൻ്റെ കയ്യിൽ കുറവാണെങ്കിൽ അപ്പോൾ പറ്റൂലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇനി വേണമെന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ 2 സോപ്പ് 3 സോപ്പ് അങ്ങനെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അതിൻ്റെ അളവും കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഇനി അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കണം. എന്താ വെച്ചാൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണതിൻ്റെ കൂടെ നമ്മളൊരു പൗഡർ ചേർക്കും കേട്ടോ. എന്താ വെച്ചാൽ അതിപ്പോൾ എല്ലാവരും പറയുമെന്നല്ല, ഞാൻ കെയോലിൻ ക്ലേ ആണ് ചേർക്കൽ കേട്ടോ. കെയോലിൻ ക്ലേ എന്ന് പറഞ്ഞാൽ ഒരു ക്ലേ ആണ്, വെച്ചാൽ ഒരു മണ്ണാണ്, മണ്ണ് ചെളി എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ അല്ല, മറ്റ് ഏതോ സ്ഥലത്തുനിന്ന് വരുന്നൊരു ക്ലേ ആണ്. നമ്മളിവിടെ മുൾട്ടാണി മിട്ടി ഒക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ. ഇപ്പോൾ എത്രയോ ആൾക്കാർ പർപ്പിൾ എന്നാ പറയുന്ന ആപ്പിൽ നിന്നൊക്കെ ഈ ഇങ്ങനത്തെ ക്ലേ ഒക്കെ വാങ്ങിയിട്ട് കൂടുതൽ ആൾക്കാർ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടും ഉണ്ട് അതിന്. നല്ല കറുത്ത പുള്ളി കുത്തുകളൊക്കെ പോവുക, നമ്മളെ ഡെഡ് സ്കിൻസൊക്കെ പോവുക, അതിനോട് നല്ല ബെനിഫിറ്റ് ഉള്ള നല്ല ഒരു ഇത് കെമിക്കലല്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ മണ്ണ് എന്ന് പറയുമ്പോൾ മുൾട്ടാണി മിട്ടി കേട്ടില്ലേ, മുൾട്ടാണി മിട്ടിൻ്റെ വേറൊരു ഇതാണ് ഇത്. അപ്പം ഇത് കെമിക്കലാണെന്ന് വിചാരിക്കരുത്, ഇതൊരു മണ്ണാണ് കേട്ടോ, കല്ലിൻ്റെ പൊടി എന്ന് വെച്ചാൽ ചെളി എന്ന് പറയില്ലേ. അപ്പം നിങ്ങൾ കേട്ടില്ല, ഓരോ അസുഖത്തിനൊക്കെ ചെളി വാരി പൊത്തിയിട്ടുള്ള ചികിത്സ പോലും ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ചേർത്ത്, അതും ഒരു 1/4 സ്പൂണോളം മതി ചേർത്ത് നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തൂക്കി നോക്കാം കേട്ടോ, എത്ര ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ എത്രയാണോ അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ചേർക്കണം നല്ലത്. ശരിക്കും ഒരു 10 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ 1 കിലോൻ്റെ സോപ്പ് ബേസിൽ നമ്മൾ ചേർക്കുമ്പം 100 ഗ്രാമിൻ്റെ മേലെ ഒരു 10 20 ഒക്കെ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ഈ ഒരു പൗഡർ ഇത് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടി, അപ്പോൾ ഒരു 62 എനിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം പിന്നെ അത് ഈ സോപ്പ് തന്നെ ഇനി ഇപ്പോഴൊന്നും ഉണ്ടാക്കുമെന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് ഫുള്ളും അതിലേക്ക് അങ്ങ് ചേർത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിലേക്ക് സോപ്പ് ബേസ് കുറച്ച് കൂടുതലെടുത്തു. അപ്പോൾ അതാ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനക്കണക്ക് കൂട്ടി നോക്കിയിട്ട് വേണം എടുക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സോപ്പ് ബേസ്. എൻ്റെ കയ്യിലുള്ള സോപ്പ് ബേസ് ഇതാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണതായതുകൊണ്ടാണ് ഈ ഒരു കളറ്.
അല്ലെങ്കിൽ ഇതിൻ്റെ പ്യുവർ വൈറ്റ് പോലെ നിൽക്കണമുണ്ട്. അതെങ്ങനെ എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ടൈപ്പാണ് എടുക്കൽ. കാരണം എന്താ വെച്ചാൽ നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമാകുമ്പോൾ അതിന് നല്ല പദം ഉണ്ടാവുക, നല്ല നമുക്ക് ബോഡിക്കും നല്ലത് അതാണല്ലോ, നമുക്ക് സ്കിന്നിനൊക്കെ നല്ലത് അതാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറാണ് പറയുക. പിന്നെ ഞാനിതിൽ ചേർക്കണേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിനേശവല്യാതി വെളിച്ചെണ്ണ എന്ന് പറയും. അത് ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ മെനക്കെടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആയുർവേദ കടയിൽ നിന്ന് പിന്നെ എന്താ പറയുക, കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് ഒക്കെയാണ് വാങ്ങൽ കേട്ടോ. അപ്പം അതും കുറച്ചെടുക്കുക. അത് കുറച്ചെന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 1 കിലോ കണക്കാക്കിയല്ല ഞാൻ എടുത്തത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിന് സോപ്പ് ബേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണക്കാക്കിയല്ല ഞാൻ എടുത്തത്. ഇതെല്ലാം കൂടെ 100 ഗ്രാമേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. 100 ഗ്രാം 100 ml. ഇതിപ്പോൾ ഒരു ml കണക്കാണ് നോക്കുക. 100 ml പാടുള്ളൂ. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് 1 കിലോ അല്ല എടുത്ത്, 1 കിലോ കുറച്ച് മേലെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 162 ആ ഒരു ഇത് തന്നെ ഉണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്തത് ഞാൻ ml കണക്കിന് എടുക്കുന്ന, സാധാരണ ഞാൻ എടുക്കുന്ന കയ്യിലും ഇതൊക്കെയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 20 ml ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു എണ്ണയും. പിന്നെ അതിൽ ഞാൻ വേറെയും കുറേ സാധനങ്ങൾ ഇനിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പൗഡർ പിന്നെ നമുക്ക് ഇതിന് എന്താ അളവ് കൂടുതലായി പോയി അലിഞ്ഞു പോയ പ്രശ്നം വരില്ല. പൗഡറല്ലേ, പൗഡർ രൂപത്തിലായതുകൊണ്ട് ഇത് അങ്ങനെ. ഞാനൊരു പാത്രത്തിൽ ഇത് മെൽറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസുമേ വെക്കുക. അതിൻ്റെ മേലെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ എണ്ണ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നോട് സോപ്പ് വേണം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു തനി വെള്ള കളറായി പോകരുത്, കുറച്ച് എന്തെങ്കിലും ഒരു കളർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കളർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്യാനേ അത് എടുക്കലുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഞാൻ എടുക്കലില്ല. അതെടുത്തിട്ട് ഞാൻ കുറച്ച് ആ ഒരു കൂട്ടിലേക്ക് ആ ഒരു 2 തുള്ളി ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ, എന്നുവെച്ചാൽ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന കളറാണ് അത്. 2 തുള്ളി മാത്രം എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത്, എന്നിട്ടും എന്താ പറയുക, സോപ്പ് ബേസ് പെട്ടെന്ന് മെൽട്ടായി ഫുള്ള് മെൽട്ടാണ് മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു എളുപ്പമുണ്ട്, പെട്ടെന്ന് സോപ്പ് ബേസ് മെൽട്ടാവും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പിന്നെ എന്താ പറയുക, ഈ ഒരു ഫോമിലേക്ക് പെട്ടെന്നായി കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിനും ഞാൻ പറഞ്ഞല്ലോ ഇത് 1 കിലോ കണക്കാണെങ്കിൽ ഗ്ലിസറിൻ ഒരു 10 ml ഒക്കെ മതി. 10 ml ഒരു 5 ml അങ്ങനെയൊക്കെ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്ലിസറിൻ വിത്ത് സോപ്പ് ബേസ് എടുക്കുമ്പോൾ ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പ് ബേസ് നമ്മൾ എടുക്കുക. സോപ്പ് ബേസ് ശരിക്കും നമ്മൾ ഗ്ലിസറിൻ കൂടിയിട്ടുള്ള സോപ്പ് ബേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഗ്ലിസറിനും കൂടെ ചേർന്നിട്ടുള്ള സോപ്പ് ബേസ് ആണെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ ചേർക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതും ചേർക്കലുണ്ട്. അങ്ങനെ നല്ലോണം മെൽറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒഴിക്കാൻ എളുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് കൊണ്ടുപോയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് സ്മെല്ല് ഞാൻ ഇത് എന്താ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്മെല്ല് ഒഴിച്ചു കൊടുക്കുക. സ്മെല്ല് ലാസ്റ്റ് ഞാൻ ഒഴിച്ചത് സ്മെല്ലാണ് കേട്ടോ. ഞാനതിൽ ചേർത്ത സ്മെല്ല് എന്ന് പറഞ്ഞാൽ സാൻഡലിൻ്റെ സ്മെല്ലാണ് ഒഴിച്ചത്. കാരണം എന്താ അലോവേരൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാൻഡലിനെ മതി, കുത്തുന്ന സ്മെല്ല് വേണ്ടാന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ. കളറ് വേണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ കളറ് ചേർത്തത്. അല്ലെങ്കിൽ ഞാൻ കളറ് ചേർക്കാൻ എനിക്ക് തീരെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല കളറ് ചേർക്കണത്. പിന്നെ ഓല് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ പറയുന്ന ഒരു ഇതല്ലേ നമുക്ക്, പച്ച കളറോ അങ്ങനെ എന്തെങ്കിലും നല്ല കളറാക്കണേന്ന് പറഞ്ഞപ്പം അതാക്കി കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്ന് പറഞ്ഞു ഈ പച്ച കളറുള്ള സോപ്പ് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കളറ് ചേർത്തത് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഇനി ഇതിൻ്റെ പതയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഞാൻ ചെയ്യുന്ന കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ പൂച്ച സൗണ്ട് ഉണ്ടാക്കിയത് ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സ്പ്രേ കാണുന്നുണ്ടാവില്ല നിങ്ങളല്ലേ, ആ സ്പ്രേ അടിച്ചിട്ടാണ് അതിൻ്റെ പത ശരിക്കും ഒഴിവാക്കുക. ശരിക്കും നല്ല ഇങ്ങനെ എടുത്ത് സ്പൂൺ കൊണ്ട് കളയുകയാണെങ്കിൽ ഒരു 10 സോപ്പ് 15 സോപ്പ് 20 സോപ്പ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ കളയാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലുള്ള പത എടുത്ത് കളഞ്ഞ് വരുമ്പോഴത്തേക്കും സോപ്പ് ഉറച്ചു പോകും. അപ്പം അതുകൊണ്ടാണ് ആ സ്പ്രേ അങ്ങനത്തെ സമയത്ത് ആ സ്പ്രേനെ യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. കൂടുതലും ഉണ്ടാക്കുന്നവരോട് പറഞ്ഞു തരണം കേട്ടോ. ഇങ്ങനത്തെ ഓരോ ടിപ്പുകളിൽ ഞാൻ പറയുന്നുണ്ട്, അതാണ് ഞങ്ങളോട് പറഞ്ഞേ. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പരാതി പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ അത്.
അപ്പം ഇതിപ്പോൾ ഞാൻ കളറ് ചേർക്കാതാണെങ്കിൽ ഒരു വെള്ള കളർ പോലെ നിൽക്കും. അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കി. അപ്പോൾ സോപ്പൊക്കെ സെറ്റായി നമ്മൾ മോൾഡിൽ നിന്ന് ഓരോന്നും എടുത്ത് വെക്കുക. ഇനി അതുപോലെ അത് ഷെയ്പ്പ് ആക്കുന്നുണ്ട്. അതിൻ്റെ വക്കൊന്നും എല്ലാം ഇങ്ങനെ നഖം കൊണ്ടോ അല്ലെങ്കിൽ നഖം കൊണ്ടാവണമെന്നില്ല, അങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. ചുരണ്ടണമെന്നൊന്നും ഇല്ല, സോപ്പല്ല. ഇതിപ്പോൾ കാണാൻ ഭംഗിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി ഇതിൻ്റെ ഒരു എന്താ റിസൾട്ടാണല്ലോ അല്ലേ. ഇത് 100% റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇതിൽ ഞാൻ ചേർത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ലാസ്റ്റ് ഞാൻ ചേർത്ത് സ്മെല്ലാണ് കേട്ടോ, സാൻഡലിൻ്റെ സ്മെല്ലാണ് ചേർത്തത്. അത് ഞാൻ അവിടെ പറയാൻ മറന്നുപോയി. സംസാരിച്ച് വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് പറയാൻ മറന്നുപോയിട്ടാട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു 12 സോപ്പ് കിട്ടീന് കേട്ടോ. അപ്പം 10-12 സോപ്പ് കിട്ടിയാൽ മതി. അപ്പം ഞാനിന്ന് പത മാറ്റി ഒഴിച്ച് മാറ്റിയപ്പം ആ പത മാത്രമായിട്ട് ഞാൻ വേറൊരു മോൾഡിൽ ഒഴിച്ച് വെച്ചപ്പോൾ കിട്ടിയ സോപ്പാട്ടോ ഇത് ഇപ്പോൾ പതയാണെങ്കിലും നമുക്കൊക്കെ ഉപയോഗിക്കാം, സെയിൽ ചെയ്തില്ലെങ്കിലും. പിന്നെ വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓൽക്കത് മതി എന്ന് പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യാമെന്ന് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പിന്നെ അതിലൊരു കുഞ്ഞ് സോപ്പും കൂടെ കിട്ടി കേട്ടോ. അതിൻ്റെ പത കാണിച്ചു തരാൻ ഞാൻ ആ ഒരു സോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പത കാണിച്ചു തരാം കേട്ടോ. എന്നുവെച്ചാൽ അത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ ഇതിന് പദം ഉണ്ടാവില്ല. നല്ല പദം, സാധാരണ നമ്മളെ സോപ്പില്ലേ, സാധാരണ സോപ്പ് പോലെ തന്നെ നല്ല പതയുണ്ട്. നല്ല അത് നമ്മളിപ്പോൾ അതിട്ട് കൈയൊന്ന് കഴിക്കഴിഞ്ഞാൽ ആ ഒരു വലിച്ചിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് സാധാരണ സോപ്പ് കഴിച്ചാൽ ഒരു വലിച്ചിലൊക്കെ, ഈ തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് സോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.